പാർട്ട് 9. യെസ്, പാർട്ട് 9 ആണ്. അപ്പോൾ പാർട്ട് 9 നമ്മൾ അവതരിപ്പിക്കുന്നത് ഷോക്കേസ് ക്ലീനിങ്. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും ഷോക്കേസ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സാധനങ്ങൾ എടുത്തു വെച്ച സാധനങ്ങൾ വരെ മൈൻഡ് ചെയ്യാതെ അതിനുള്ളിൽ ചിലപ്പോൾ പല്ലി വരെ സ്ഥിരതാമസാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഷോക്കേസ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് ആർക്കൊക്കെ കിട്ടിയതാണ്, എന്തൊക്കെയാണ് ഓർമ്മകൾ ഒന്ന് അയവിറക്കും ചെയ്യുക. നമ്മുടെ ഷോക്കേസിലുണ്ട് ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ അതിലേക്കൊന്ന് പോവാം. അവർ റെയിൻബോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കൊട്ടാരമുണ്ട്. റെയിൻബോ എന്ന് പറഞ്ഞാൽ 1,00,000 അടുത്ത് മെമ്പർമാരുള്ള ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ബെസ്റ്റ് മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ റെയിൻബോ ഗ്രൂപ്പിലെ ബെസ്റ്റ് മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് കിട്ടിയ സ്നേഹോപഹാരം. പാണ്ടിക്കാട് വെച്ചിട്ട് നടന്ന പാണ്ടിക്കാട് ടീം നൽകുന്ന സ്നേഹോപഹാരം അവിടുന്ന് വെച്ചിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. റിയു ആണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെയുള്ള സാധനങ്ങൾ, ഗിഫ്റ്റുകൾ എല്ലാം ഒന്ന് എന്ത് ചെയ്യാം, ഗിഫ്റ്റുകളും സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട് കുടിയിരിക്കുമ്പോൾ അന്ന് കൊടുന്നു തന്ന ഒരു ഇതാണ് സംഭവം. അത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിയൻ്റെ ഒരു സ്നേഹിതൻ ഷബീബ് കൊടുന്നതാണെന്നാണ് തോന്നുന്നത്. താനൂർ പട്ടിറുമ്പുള്ള ഷബീബ് കൊടുന്ന സാധനമാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അതുപോലെ വേറെ അതിൻ്റെ ഒപ്പം ഒരു മെഡലുണ്ട്. ഇതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് നമ്മളെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണെന്നൊരു അഭിപ്രായമുണ്ട്. അതായിരിക്കാനാണ് സാധ്യത കല്യാണത്തിന്. അപ്പോൾ അങ്ങനെയാണ് 2008 ഈ ഷോക്കേസിൽ സ്ഥാനം പിടിച്ച ആളാണ്. അപ്പോൾ മുമ്പുരം നന്നായി ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആളും ഇതിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇനി അനിയൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയവരായിട്ടാണ് വരുന്നത് അടുത്തത്. പിന്നെ ഇത് അനിയൻ്റെ കല്യാണത്തിൻ്റെ ഗിഫ്റ്റ്. ഓക്കെ, അങ്ങനെ 3 ഐറ്റം ആയിപ്പോൾ. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്. ആർക്കോ നമ്മൾ കുട്ടികൾക്ക് കിട്ടിയതാണ്. ഇത് റിഫാമോൾ അവിടെ നിൽക്കുന്നുണ്ട്. റിഫാമോൾ എന്ന് കാണിച്ചാൽ ആ മെഡൽ കിട്ടിയ ആളെ, ചെറിയ ആളെ കിട്ടിയ ആളെ സ്കൂളിൽ നിന്ന് കിട്ടിയാൽ. ഓക്കെ, അപ്പോൾ അതും കൂടി ഇരിക്കട്ടെ. ഇത് ഹാബിറ്റാറ്റ് സ്കൂൾ അജ്മാൻ UAE, അജ്മാൻ, അതായത് ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു മെഡലാണ്. ഇത് നമ്മളെ കിട്ടിയത് എൻ്റെ അനിയൻ്റെ മോനുണ്ട്, സിറാജുദ്ദീൻ്റെ മോന് വിശാൽ മോൻക്ക് അജ്മാൻ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു മെഡലാണിത്. ഇതാണ് നമ്മളതിലുള്ള ഇൻ്റർനാഷണൽ ഐറ്റംസ്. അവനക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവൻ്റെ ചാനലിൻ്റെ പേര് വിശാൽസ് വേൾഡ് എന്നാണ്. അവനൊരു കൊച്ചി യൂട്യൂബറാണ്. നമ്മളെ വീട്ടിലെ രണ്ടാമത്തെ, ഞങ്ങൾ രണ്ടാളാണ് നമ്മളെ വീട്ടിൽ. ഒന്ന് മൂത്താപ്പായ ഞാനും, ഒന്ന് എൻ്റെ അനിയൻ്റെ മോനായ വിശാലും. അപ്പോൾ ഞങ്ങൾ രണ്ടാളെയും അപ്പോൾ അങ്ങനെയാണ് സംഭവം. നമ്മൾ അടുത്ത ഐറ്റംസിലേക്ക് പോവാം. അപ്പോൾ ഈ മെഡൽ അവിടെ ഇരിക്കട്ടെ, നല്ല കൈ സെറ്റ് ആക്കാം. പിന്നെ അടുത്തത് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു റിസാമോൾ. എൻ്റെ മൂത്ത മോൾക്ക് കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് ആണ്. 2ാം ക്ലാസ് മദ്രസയിൽ നല്ല പഠിത്തത്തിനുള്ള ഒരു ഇതാണ്, ട്രോഫിയാണിത്, റിസാമോളുടെ ഇത്. പിന്നെ ഇത് നമ്മളെ മൂത്ത മോൾക്ക്, അതായത് റിച്ചുവിന് അവളുടെ ഫ്രണ്ട് ഹാപ്പി ന്യൂ ഇയറിന് കൊടുത്ത ഗിഫ്റ്റാണ്. ഓക്കെ, അവളുടെ ഫ്രണ്ടൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവൾക്കൊരു സന്തോഷമാവും. പിന്നെ ഇത് ഫുള്ള് ഗിഫ്റ്റാണ്. അംഗനവാടി, ഇതെന്തിനാ? ിക്കുന്ന് അംഗനവാടി 136 ഉദ്ഘാടനവും വാർഷികാഘോഷവും 2018 മാർച്ച് 31 ശനി. ഇത് പിന്നെ അവിടെ മറ്റേ KT ജലീലൊക്കെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു, ഈ അംഗനവാടി ഉദ്ഘാടനത്തിന്. അന്ന് നമ്മളെ റിഫാമോള് ആൻഡ് പാർട്ടി ഒരു അവതരിപ്പിച്ചിരുന്നൊരു ഡാൻസ്. അപ്പോൾ ആ ഡാൻസിന് അന്ന് പങ്കെടുത്തിട്ടുള്ള ഒരു ഉപകാരമാണിത്. അപ്പോൾ ആ അംഗനവാടിയുടെ പ്രോഗ്രാമിൻ്റെ ഇപ്പം അങ്ങനത്തെ പരിപാടികളൊന്നും തീരെ ഇല്ല. അതുകൊണ്ട് സമ്മാനങ്ങൾ വളരെ കുറവായി. ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് വേണം ഇനി കുറേ ഗിഫ്റ്റുകൾ വാങ്ങാൻ. അഭിനന്ദനങ്ങൾ AIUP സ്കൂൾ ചെമ്പ്ര. അതും നമ്മുടെ കൊച്ചുമോൾക്കുള്ളതാണ്, റിഫാമോളുടെ ആണ്. AIUP സ്കൂൾ ചെമ്പ്ര. ഓക്കെ, അത് AIUP സ്കൂൾ ചെമ്പ്ര റിച്ചുവിനുള്ളത്. ഇതും അവൾ തന്നെ, റിച്ചുവിൻ്റെ മൂത്ത മോൾ തന്നെ. പിന്നെ PTA പ്രസൻസ് ഫോം വർണ്ണോത്സവം തിരൂർ മുനിസിപ്പൽ പ്രീ സ്കൂൾ ഫെസ്റ്റ്
റിഫാമോൾ. പിന്നെ നെക്സ്റ്റ് AMUP സ്കൂൾ ചെമ്പ്ര, റിഫാമോൾ. റിച്ചൂസ് ആൻഡ് താനാളൂർ ഡ്രൈവിംഗ് സ്കൂൾ സ്പോൺസർ ചെയ്യുന്ന താനാളൂർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പരസ്യത്തിന് ഒരു നമ്പർ ഉണ്ട് ഇതിൽ 8907904050. അപ്പോൾ താനാളൂർ ഡ്രൈവിംഗ് സ്കൂൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനം. ദെൻ പിന്നെ ഇത് പപ്പാൻ്റെ ദിസ് ഈസ് ഓൾസോ റിച്ചൂസ് റിസൻ്റെത്. അപ്പോൾ പിന്നെ ഇതാണ് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇർഷാദുൽ അനാം മദ്രസ വാർഷിക പരീക്ഷയിൽ 5ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ 4ാം ക്ലാസ്സിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാത്തിമ റിസ CP സ്നേഹോപഹാരം SKSSF ചെമ്പ്ര യൂണിറ്റ് ഒക്കെ കാണുന്നുണ്ടാവുന്നതുകൊണ്ട് നമ്മളെ SKSSFൻ്റെ ഇതൊക്കെ ഉണ്ട്. SKIMVB സ്പോൺസർ ചെയ്തായിരിക്കും. അത്രയും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ട്രോഫി. മദ്രസിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങിയതിന്. ദെൻ പിന്നെ ഇതൊക്കെ നമ്മളെ ഇതിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഗിഫ്റ്റ്. ഇതും നമ്മളെ സ്കൂളിലെ കുട്ടികൾ ഇവൾക്ക് കൊടുത്താണ്, സ്നേഹിതത്തികൾ. അങ്ങനെ ദിസ് ആൾസോ റിച്ചുവിൻ്റെ ഒരു ഗിഫ്റ്റ് സമ്മാനം. പിന്നെ ഒരു സൈഡ് എടുത്തിട്ട് അടുത്ത സൈഡ് പോവാം അല്ലേ. ഇനി കോമൺ ആയിട്ടുള്ള നമ്മളെ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ഐറ്റംസ്. ഇതൊക്കെ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷെ ഇവർ പെരക്കാർ ഇതെന്തെങ്കിലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതെന്താണെന്നാവാൻ ചായ പിടിക്കാനൊന്നും എടുക്കണില്ല. അത് നല്ല ഭംഗി കൂടിയതാണ്ടാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാഴ്ചക്ക് വെച്ചിട്ടാണ്. ഇങ്ങനെ ഓരോ വീട്ടിലുണ്ടാവും സംഭവം. ഇങ്ങനെയുള്ള കാണാൻ രസമുള്ള ഉപയോഗിക്കില്ല. നാളെ വേണ്ടി മാറ്റി വെക്കുന്നത് പ്രശ്നമില്ല. അങ്ങനെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള തന്നെ വേറൊരു സംഭവമുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ കല്യാണത്തിനുള്ള ഗിഫ്റ്റാണ്. കല്യാണ ഗിഫ്റ്റുകളിൽ പെട്ടാണ് ഈ ബൊക്കെ. ഇതൊക്കെ ആര് കൊടുങ്ങാണ് ഉള്ളത് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അറബി ഗാവ പിടിക്കുന്ന കപ്പുകൾ. പിന്നെ ഗ്ലാസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വീണ് പൊട്ടുമെന്നാവും ഇനിയിപ്പോൾ തന്നെ. വീണ് പൊട്ടിയാൽ നല്ല രസമുണ്ടാവും. ചെറിയ കട്ടൻ ചായ കുടിക്കാൻ പറ്റിയ അടിപൊളി കപ്പുകൾ 6 കപ്പുണ്ട് അല്ലേ. പിന്നെ ചെറിയൊരു അടിപൊളി എന്താണ് ജഗ്. എന്താ രസം. ഇതിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ്ടല്ല, അതിന് പറ്റിയ സൂപ്പർ സാധനം. പിന്നെ ഒരു ന്യൂ ഇയർ, ഏത് ന്യൂ ഇയറിന് കിട്ടിയെന്നാവും, ഒരു ഹാപ്പി ന്യൂ ഇയർ. മേ ദ ടൈം അഹെഡ് എവറിത്തിങ് ദാറ്റ് സ്പെഷ്യൽ ഗുഡ് ആൻഡ് ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ രണ്ടും കൂടി ഉള്ളതാണ്. ഒരു കുഞ്ഞു കാർഡ്. അയ്യോ രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു സുന്ദരി നോക്കുന്നുണ്ട്. വിഷിങ് യു എ മെമ്മറബിൾ ന്യൂ ഇയർ. ഓക്കെ, അപ്പം ഇനി അടുത്തതായി 5ാം ക്ലാസ് പരീക്ഷയിൽ പാദവർഷ പരീക്ഷയിൽ ഉന്നത വിജയിയായ ഫാത്തിമ റിസക്ക് അഭിനന്ദനങ്ങൾ. IIM മദ്രസ സ്പോൺസർ ചെയ്തൊരു സമ്മാനം. പിന്നെ കൺഗ്രാജുലേഷൻ, ബെസ്റ്റ് വിഷസ്. ഇതും ഫാത്തിമ റിസക്ക് കിട്ടിയതാണ്. അഭിനന്ദനങ്ങൾ AMUP സ്കൂൾ ചെമ്പ്ര ഫാത്തിമ റീഫ ചെറിയോള്. പിന്നെ ഇതിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2015 മുതൽ 18 വരെ സൗദിയിലായിരുന്നു. സൗദിയിൽ എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇതിനോട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേമാതിരിക്ക ഒരു വലിയ ട്രക്കിൽ ഡ്രൈവറായിരുന്നു. അപ്പോൾ അതിൽ ഇവിടെ ഇങ്ങനെ കണ്ടെയ്നർ കയറ്റി വെച്ചിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു. കണ്ടെയ്നർ ട്രെയിലറിൻ്റെ ഡ്രൈവർ, അല്ലെങ്കിൽ മറ്റേ അതേപോലെയുള്ള ട്രെയിലറിന് പിന്നെ ലേസിൻ്റെ ചിപ്സിൻ്റെ സിത്താര ഓടിക്കൽ അങ്ങനത്തെ ഒക്കെ പരിപാടിയുണ്ട്. 2-2.5 കൊല്ലം നമുക്ക് അതിനായിരുന്നു പരിപാടി. അപ്പോൾ അന്ന് നമ്മൾ നാട്ടിലേക്ക് ക്യാൻസലാക്കി 3 കൊല്ലത്തിനടുത്ത് നാട്ടിലേക്ക് വരുമ്പോൾ പിന്നെ ആ ഓർമ്മക്കായിട്ട് വാങ്ങിയതാണ് ഈ ട്രക്ക്. ഇതുവരെ കുറച്ച് ദിവസം മറ്റേ അനിയൻ്റെ മോനൊക്കെ കളിച്ചിരുന്നു. പിന്നെ ഷോക്കേസിൽ എടുത്ത് വെച്ചാണ്. അടിപൊളി ട്രക്കാണ്. ഏതായാലും 2018 വാങ്ങിയിട്ട് ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു BMW കാറുണ്ടായിരുന്നു. ഒപ്പം രണ്ടും കൂടി
ഇപ്പോഴും നല്ല നൈസ്. ഏകദേശം ഫ്രണ്ടും ഒക്കെ പോകുന്നുണ്ട്. BMW കാറും കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാനുള്ള വേറെ സംഭവമാണ് PTA പ്രസിഡന്റ് ഫോം വർണ്ണോത്സവ് തിരൂർ മുനിസിപ്പൽ പ്രീ സ്കൂൾ ഫെസ്റ്റ് ഫാത്തിമ റിഫ CP UKG AMUP സ്കൂൾ ചമ്പ്ര ആക്ഷൻ സോങ് ഇംഗ്ലീഷ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേറ്റഡ് തിരൂർ AEO തിരൂർ പ്രകാശ് BPO തിരൂർ കൺവീനർ പ്രോഗ്രാം കമ്മിറ്റി. പിന്നെ വർണ്ണോത്സവ് 2020 തിരൂർ മുനിസിപ്പൽ പ്രീ സ്കൂൾ ഫെസ്റ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നല്ലപോലെ തുടച്ചെടുത്തേക്കാം. ഓർമ്മകൾ. ഇനി ഇതെന്തിനെടുത്ത് വെച്ചതിൽ വായ് ദീസ് കൊളവറി ഇതെന്താണ് മരുന്നിൻ്റെ കുപ്പിയാണ് തോന്നുക. അത് ആവശ്യമുള്ള ഉള്ളിലൊരു ചെറിയ നിപ്പിളും കൂടി ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇനി വേണോ വേണ്ടെന്ന് ചോദിച്ചിട്ട് വെക്കാം. ചില സാധനങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് വെക്കും വീട്ടിൽ. അപ്പോൾ അത് മാറ്റി വെക്കാം. നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് എൻക്വയറി ചെയ്തിട്ട് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ പിന്നെ ഇത് കറങ്ങുന്നതാണ്. ഓ മൈ ഗാഡ്, നല്ലൊരു ഫാനുള്ളൊരു ഫാനാണ്. ബാറ്ററിക്ക് കറങ്ങുന്ന ഫാനാണ്. ബാറ്ററി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഏതായാലും മൂപ്പരോട് ഇരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരാൾ കൂടി ഉണ്ട്, ഒരു ഫാനും കൂടി ഉണ്ട്. ഈ ഫാനും കൂടി ഇരിക്കട്ടെ. പിന്നെ ഒരു ഡിയോഡറൻറ്റ്. ഓക്കെ, ദിസ് വൺ ആൾസോ ഗിഫ്റ്റഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മളെ മോളെ ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റാണ്. നല്ല മനോഹരമായിട്ട് കുഞ്ഞു ഗിഫ്റ്റാണെങ്കിലും നല്ല സ്റ്റൈലുണ്ട് കാണാൻ. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിവിടെ അതും കൂടി എടുത്ത് വെച്ചിട്ട് ഇതാക്കിയാൽ മതി അല്ലേ? ഞാൻ സൈഡിൽ എടുത്തിട്ടാണ്. അപ്പോൾ ഈ സൈഡ് ക്ലോസ് ചെയ്യാം. അത് തുടച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി വീഡിയോ കുറച്ച് സ്റ്റക്കായി കളഞ്ഞു. ഇത് തുടച്ചിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കല്യാണത്തിന് അതിൻ്റെ കല്യാണത്തിനല്ല, ഇത് അനിയൻ്റെ കല്യാണത്തിന് അവര് ഇയാളെ കയറി വരുമ്പോൾ കൊടുക്കണേ ബുക്കല്ല. അതിൽ ജനങ്ങൾ പുതിയാപ്പളൊക്കെ ഒന്നെന്തോ സംഭവമായിട്ടുള്ള അതുമായിട്ട് ആ കല്യാണവുമായിട്ട് 2010 ആയിരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് തോന്നുന്നു. അപ്പോൾ അന്ന് ഉള്ള സംഭവം അത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിളും വെക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. ടേബിളും അങ്ങനെ ഉപയോഗിക്കേണ്ട സാധനമാണ്. പക്ഷേ ഇതിൽ ഒന്നിലും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ ഐറ്റംസും ഇടാൻ പറ്റുന്ന 6 ഐറ്റം. ഇത് നല്ല ഹോൾസൊക്കെ ഉള്ള സാധനമാണ്. സൂപ്പർ സാധനം. ഇതൊക്കെ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. പക്ഷെ എന്തോ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഏതായാലും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതോടെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട് പൊട്ടിയാനേ. ഇന്നലെ കാലത്ത് ഉപയോഗിച്ചോളൂ. പിന്നെ നമ്മളെ പഴയ കാലത്ത് 10 രൂപേൻ്റെ ഐസ്ക്രീം ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ബോള്. ഫേമസ് ബേക്കറിയിൽ ചെറുപ്പത്തിൽ നമ്മൾ ഫേമസ് ബേക്കറി താനൂർ ഫേമസ് ബേക്കറിയിൽ പോയിട്ട് ഉള്ളിൽ ഇരുന്നിട്ട് ഒരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിലായിരുന്നു ഐസ്ക്രീം കൊണ്ടിരുന്ന് തരല്. അന്നത് 10 രൂപയെന്ന് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 99 കാലഘട്ടത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അതിൻ്റെ മേലെ ഒരു ചെറീസ് ഉണ്ടാവും, ഒരു സ്പൂണും കൊണ്ടുവരും. അങ്ങനത്തെ ഒരു പാത്രം. ഇത് 1 2 3 6 4 5 6. ഓക്കെ, 6 പിന്നെ നേരത്തെ കണ്ട ഐറ്റംസ്, നേരത്തെ നമ്മൾ കണ്ട അങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ട്. അതിൻ്റെ ബാക്കി അത് 1 2 3 4 5. ഓ മൈ ഗോഡ്, 5. അയ്യോ, എന്താ അറബി സ്റ്റൈലുകൾ. അതൊക്കെ ഗൾഫാട്ടോ, അബുദാബിയാണ്. എങ്ങനെയൊക്കെ മാറാലെ പിടിച്ചിരിക്കുന്നു. അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇത് എന്താണ് ഗിഫ്റ്റ്? ഇതും അതുപോലെ നമ്മളുടെ ഇവിടെ മാമ കൊടുത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഓക്കെ, പിന്നെ അൽഗസൈ ടീന്റെ കാറിൽ കുത്തി ചാർജ് ചെയ്യുന്ന ഒരു സംഭവം. അത് വെള്ളം തിളപ്പിക്കുന്ന ഒരു സാധനമാണ്. കാറിൽ ഇങ്ങനെ കുത്തിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വണ്ടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ലിപ്റ്റൻ്റെ ഒരു ഫ്ലാസ്ക്. ആ ഫ്ലാസ്കിന്റെ ചുടുവെള്ളം എടുത്തേക്കാൻ പറ്റുന്ന ലിപ്റ്റൺ കമ്പനിയുടെ ഒരു ഫ്ലാസ്കാണ്. ഇതൊക്കെ യൂസ് ചെയ്യാൻ
വെള്ളം എടുത്തേക്കാനുള്ള ഒരു ചെറിയ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോള് സ്കൂൾക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു, പൈസ പിരിച്ചു കൊടുക്കല്. എല്ലാവരും ആ ക്ലാസ്സിൽ എല്ലാവർക്കും ഓരോ ടാസ്ക് കൊടുത്തിരുന്നു, UP സ്കൂൾ ചമ്പറേന്ന്. അപ്പോൾ പിരിച്ചിട്ട് വീട്ടിൽ നിന്ന് പൈസ പിരിച്ചാൽ ആ ക്ലാസ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ച് കൊണ്ടു കൊടുത്ത് എൻ്റെ മോളായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയൊരു സമ്മാനമാണിത്. ഒരു ചെറിയൊരു ജഗ്. ഇതാ കിട്ടിയ. പിന്നെ ഇത് നമ്മളെ എളിയമാൻ്റെ മോള് ഫർസിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പോൾ അത് നമ്മളെ സോക്കേസിൽ വെച്ചതാണ്. പിന്നെ ഇവരുടെ പൈസ തേങ്ങാവല്ലേ ഗിഫ്റ്റാണ്. ഇത് ഇവരെ മൂത്തമ്മ കൊടുത്ത ഗിഫ്റ്റാണ്, പാത്രങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു സെറ്റും കൂടി ഉണ്ട്, നല്ല രസമുണ്ട് തന്നെ. ഒരു ചോറും കൂട്ടാൻ വെച്ച് കളിക്കുന്ന കളിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മുറം. എന്താ രസമാണ് മുറം, തള്ളക്കയിലും. പിന്നെ ഇതിൻ്റെ വരുന്നതിന് നല്ലൊരു പാത്രം. അപ്പോൾ അടിപൊളി 3 പാത്രങ്ങൾ. ഇതൊന്നും കളിക്കാതെ എടുത്ത് വെച്ചിട്ടാണ്. നിങ്ങൾ വലിയ ആൾക്കാരായിട്ട് കളിക്കാനാ? അല്ല ഉപയോഗിച്ച് 3 ഫ്ലവേഴ്സ്. ഇനി വേറെ ഒരു കറണ്ടിൻ്റെ ഒരു ബെഡ് ലാമ്പ്. പിന്നെ ഒരു ഇതും ഐറ്റംസ് തന്നെ, ഒരു ക്ലോക്ക്, ഒരുപാട് സാധനമല്ല. ഏകദേശം എന്നാൽ പെയിൻ്റ് അടിച്ചല്ലേ, ഒരു ആർട്ട് വർക്കില്ലേ, കുപ്പിക്ക് ആർട്ട് വർക്ക് ചെയ്താണ്, മോള് ചെയ്താണ്. അയ്യോ നല്ല ഭംഗിയുണ്ട് സംഭവം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി കല്യാണ ഗിഫ്റ്റിൽ പെട്ടതാണ് ഇത്. ഇതിൻ്റെ കല്യാണ ഗിഫ്റ്റ് പെട്ടാണ്. പിന്നെ അതേ ദിവസം കിട്ടിയ തന്നെയാണ് ഇതും കല്യാണ ഗിഫ്റ്റ് പെട്ടാണ്. പിന്നെ ദിസ് വൺ ഓൾസോ അബുദാബി. ഇതും അബുദാബി. ഇത് അങ്ങനെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നത്, ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ ഇത് കാര്യമായിട്ടുണ്ട്. ഈ നല്ലൊന്ന് തുടയ്ക്കാനുണ്ട്, തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇതിനുള്ളിൽ ഒരു പല്ലിയുണ്ട്, അതിനിപ്പോൾ എങ്ങനെ വൃത്തിയായിരിക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മളെ കുഴക്കുന്ന ഒരു ചോദ്യം. മൂപ്പരൊന്ന് അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടാവും, പല്ലിനെ കാണില്ല, മൂപ്പരൊന്ന് വൃത്തിയായിരിക്കണം. അതിന് ഒന്ന് പല്ലിനൊന്ന് ഷൂട്ട് ചെയ്താളാണെങ്കിലും ഈ പല്ലിനെ പുറത്ത് ചാടിച്ചിട്ട് മൂപ്പര് കുറേ അലമ്പുണ്ടാക്കി അതിനുള്ളിൽ. അതിനൊന്ന് പുറത്ത് ചാടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ കൂടി തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി സെറ്റാക്കി വെക്കുക. സാധനങ്ങൾ മൊത്തത്തിലൊന്ന് കാണിച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ കാറ് ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടികൾ ഉപയോഗിക്കുന്ന ഇതിനെ ഇതാക്കാൻ പറ്റുന്നതാണ്. ഇതോട് അത് വെച്ചതോടുകൂടി പരിപാടി കഴിഞ്ഞ് നമ്മളെ ഇത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ക്ലീനിങ് കഴിഞ്ഞു. ഈ സ്ഥലം ഒരുപാട് ബാക്കിയായി. പിന്നെ ഈ സാധനങ്ങൾ ഇവർക്ക് കളിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഈ 3 സാധനങ്ങൾ ഇനി സോക്കേസിൽ വെക്കണില്ല, അത് കളിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ കളിക്കേണ്ട പ്രായം തന്നെയാണ്, കളിക്ക് മുതലാക്കട്ടെ. പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാണ്, സഞ്ചാരി. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.